മക്കളെ വെൽക്കം ടു സൈലം കൊമേഴ്സ് ലേണിംഗ്. ദിസ് ഈസ് DJ Miss. അപ്പോൾ നമ്മുടെ പ്ലസ് 1 ബിസിനസ് സ്റ്റഡീസ് എക്സാം വളരെ അടുത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കുറെ അധികം ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതേസമയം ഒരുപാട് കണ്ടന്റ് പഠിക്കാനായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നോക്കിയാൽ കുറെ അധികം കണ്ടന്റ് പഠിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് പഠിച്ചാലോ? യെസ്, അപ്പോൾ ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മുഴുവൻ സെറ്റ് ആക്കാം. ഓക്കെ ഫൈൻ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്? ഇതിൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലാത്ത. ഓക്കെ, ഈ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പല ആൾക്കാരും എക്സാമിന് പോയിട്ട് എന്ത് ചെയ്യും, എക്സ്റ്റേണൽ സോഴ്സ് കാണും, ഉടനെ പോയിട്ട് ഏതെങ്കിലും പ്രിഫറൻസ് ഷെയർ ഏതെങ്കിലും മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇല്ല, പ്രിഫറൻസ് ഷെയർ അല്ല, എക്സ്റ്റേണൽ സോഴ്സ് അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിഫറൻസ് ഷെയർ, പബ്ലിക് ഡിപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇക്വിറ്റി ഷെയർ. ഏതാണ്? ഇക്വിറ്റി ഷെയർ ആണ്. കാരണം ഇക്വിറ്റി ഷെയർ ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ ഫൈൻ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ദ മെച്ചൂരിറ്റി പീരീഡ് ഓഫ് എ കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ്. ഓക്കെ, കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്, ഓക്കെ, കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ടൈം ഫണ്ട് സോഴ്സ് ആണെന്ന് അറിയാം. അപ്പൊ ഏതാണ് അതിന്റെ മെച്ചൂരിറ്റി പീരീഡ്? 20 to 40 ഡേയ്സ് ആണോ വരുന്നത്? 60 to 90 ഡേയ്സ് ആണോ? 90 to 364 ഡേയ്സ് ആണോ? 120 to 365 ഡേയ്സ് ആണോ? ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഡോക്യുമെന്റ് വിച്ച് അക്നോളജ് ദ ഡെപ്റ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഡെപ്റ്റിനെ കാണിക്കുന്ന ഡോക്യുമെന്റ് ഏതാണ്? ഏതാണ് ഒരു കമ്പനിയുടെ ഡെപ്റ്റിനെ കാണിക്കുന്ന ഡോക്യുമെന്റ്? ഏതാണ്? ഒന്ന് പറഞ്ഞേ, ഏതാണ്? ഷെയർ, ഡിബഞ്ചേഴ്സ്, സ്റ്റോക്ക്, ഓൾ ഓഫ് ദിസ്. ഓക്കെ, ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കടപ്പത്രം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ കടപ്പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബിസിനസ് എത്രമാത്രം കടം വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ കടപ്പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഡെപ്റ്റിനെ കാണിക്കുന്ന ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ട് അവൈലബിൾ ഫോർ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടിൽ വരുന്ന കാര്യമാണ് റിട്ടേൺ ഏർണിംഗ്സ് എന്ന് പറയുന്ന ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നതാണ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ചാൽ എന്താണ്? ഷെയർ തന്നെയാണ് കമ്പനിയുടെ, പക്ഷെ അയാൾ കമ്പനിയുടെ ഓണർ ആയിട്ട് മാറുന്നില്ല. പകരം എല്ലാ മാസവും അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സ് എന്ത് കാര്യം? കടപ്പത്രം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പം ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റിന്റെ ബേസിൽ ബിസിനസ്സുകാരൻ കടം മേടിക്കുന്നു, അതിന് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ്. എല്ലാ മാസവും ആ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നു. ആൻഡ് ദെൻ മെച്ചൂരിറ്റി പീരീഡ് നമ്മൾ ആ പേയ്മെന്റ് അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോൺ ഫ്രം ബാങ്കേഴ്സ്. ഓക്കെ, ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്നു, അത് പുറത്തുനിന്ന് നമുക്ക് ബിസിനസിന് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഫണ്ടാണ്. സോ അതൊരു എക്സ്റ്റേണൽ സോഴ്സ് ആണ്. ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആണ്. ഇനി പബ്ലിക് ഡിപ്പോസിറ്റ്, പബ്ലിക് അല്ലെ, പബ്ലിക് കമ്പനികൾ പബ്ലിക് ഡിപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്, അതൊരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇനി ലീസ് ഫിനാൻസിങ്, നമ്മൾ കടം അല്ലെ, നമ്മൾ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വാടകയ്ക്ക് എടുക്കുന്നു, ലീസിന് എടുക്കുന്നു. ഓക്കെ, അതാണ് ലീസ് ഫിനാൻസിങ്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫണ്ടാണ്. വളരെ ചെറിയ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനികളിൽ നിന്ന് ഫണ്ട് എടുക്കുകയും ആ മെച്ചൂരിറ്റി പീഡാകുമ്പോൾ ഫണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ട്രേഡ് ക്രെഡിറ്റ് അല്ലെ, നമ്മൾ സപ്ലയറിന്റെ അടുത്തു നിന്നൊക്കെ കടമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നു, ആൻഡ് ദെൻ ചിലപ്പോൾ സെയിൽ ചെയ്ത് പ്രോഫിറ്റ് കിട്ടിയ ശേഷമായിരിക്കാം ആ പേയ്മെന്റ് അവിടെ നടത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിങ്. ഓക്കെ, ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തേർഡ് പേഴ്സണെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫണ്ടുകൾ നമുക്ക് കിട്ടാനുള്ള കടങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരു തേർഡ് പേഴ്സൺ ഏൽപ്പിക്കുന്നു, അതിനാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി കളക്ട് ചെയ്യുന്ന ഫണ്ട് എന്ന് പറഞ്ഞാലും ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓക്കെ, എന്താണ് ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓണേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ ഓണർ സ്വന്തമായിട്ട് വാങ്ങുന്ന ഫണ്ട് അല്ലെ, ഓണറിന്റെ സ്വന്തം ഫണ്ട്. ഓക്കെ, അയാൾ തന്നെ ബിസിനസ്സിലേക്ക് ഇടുന്നു. ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പൈസ പുറത്തുനിന്ന് ബോറോ ചെയ്യുന്നു, അതിനാണ് ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ, ഓണേഴ്സ് ഫണ്ടിൽ വരുന്നതാണ് ഇക്വിറ്റി പ്രോഫിറ്റ്. ഓക്കെ, ഇക്വിറ്റി ആൻഡ് പ്രോഫിറ്റ് ആണ് ഓണേഴ്സ് ഫണ്ടിൽ വരുന്നത്. ബോറോഡ് ഫണ്ടിൽ വരുന്നത് ലോൺസ് ആൻഡ് ബോറോയിങ്സ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് നമ്മൾ കടമെടുക്കുന്നു. ഇനി റീപേയ്മെന്റ്, സ്വന്തം ഫണ്ട് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നോ റീപേയ്മെന്റ്. ഓക്കെ, അതേസമയം ബോറോഡ് ഫണ്ടോ തിരിച്ചടച്ചേ പറ്റുള്ളൂ. റീപെയ്ഡ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റോട് കൂടി അത് റീപേ ചെയ്യണം. റിസ്ക്, ഇവിടെ റിസ്ക് എലമെന്റ് കുറവാണ് എവിടെ, ഓണേഴ്സ് ഫണ്ടിൽ. അതേസമയം ബോറോഡ് ഫണ്ടിലോട്ട് വരുമ്പോൾ ക്യാൻ ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ ബേർഡൻ അവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സെക്യൂരിറ്റി,
ഇവിടെ നോ സെക്യൂരിറ്റി ഈസ് റിക്വയർഡ്. അതേസമയം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂഷ്വലി റിക്വയർസ് കൊളാട്രൽ. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, കൊളാട്രൽ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം പുറത്തും നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കണം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ചോദിച്ചാൽ ക്ലാസിഫൈ ദ ഫോളോയിങ് സോഴ്സ് ഓഫ് ഫണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ പീരീഡ്. ലോങ് ടൈം, മീഡിയം ടൈം, അതുപോലെ നമ്മൾ ഷോർട്ട് ടൈം ഫണ്ട് സോഴ്സുകൾ പഠിച്ചിരുന്നു. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ താഴേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടുകളാണ്. മീഡിയം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ടു 5 ഇയർ ആണ്. ലോങ് ടൈം ഫണ്ട് സോഴ്സ് എന്ന് വെച്ചാൽ 1 ഇയർ എബോവ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഒന്ന് നോക്കിയേ, ഇക്വിറ്റി ഷെയർ, ട്രേഡ് ക്രെഡിറ്റ്, പബ്ലിക് ഡിപ്പോസിറ്റ്, റീറ്റേൺ ഏർണിംഗ്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ലീസ് ഫിനാൻസിങ്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചൊരു കാര്യമാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ടൈം ഫണ്ട് സോഴ്സ് ആണ്. ഓക്കെ, ഇനി ഇക്വിറ്റി ഷെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളത്തിന് വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത്, അല്ല, അതൊരു ലോങ് ടൈമിലേക്കാണ് നമ്മളവിടെ കടമെടുക്കുന്നത്. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ലോങ് ടൈമിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ, റീറ്റേൺ ഏർണിംഗ്സ്, ലീസ് ഫിനാൻസിങ് ആണ് വരുന്നത്. ഓക്കെ, കാരണം റീറ്റേൺ ഏർണിംഗ്സിന്റെ ബിസിനസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ഇടുന്നത് എന്നിട്ട് അടുത്ത വർഷത്തിന് എടുക്കാനല്ല, ഒരു കുറച്ച് നാളത്തേന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് ടൈമിൽ വരുന്നുണ്ട്. ഷോർട്ട് ടൈമിൽ നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പറും അതുപോലെ ട്രേഡ് ക്രെഡിറ്റ്, നമ്മൾ സപ്ലയറിന്റെ അടുത്തുനിന്ന് കടം മേടിക്കുന്നതിനെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സപ്ലയറിന്റെ അടുത്തുനിന്ന് കടം മേടിച്ച ശേഷം എന്തുണ്ട്, ആ ഒരു സാധനങ്ങൾ വിറ്റഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് കിട്ടി അപ്പൊ തന്നെ പൈസ കൊടുക്കണം. റൈറ്റ്, അതൊരു 1 ഇയറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതൊരു ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫണ്ട്. ഇനി പബ്ലിക് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയം സോഴ്സ്. അതായത് പബ്ലിക് ഒരു കമ്പനിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു 1 ഇയർ ടു 5 ഇയർ കാലത്തേക്കൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഒരു പബ്ലിക് ഷെയറുകൾ വാങ്ങുള്ളൂ. അപ്പൊ പബ്ലിക് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയം ടൈം സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ ഒന്നെങ്കിൽ ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം ആകാം, അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടും ഓണേഴ്സ് ഫണ്ട് ആകാം, ഇന്റേണൽ സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ് ആകാം. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കാം. ഇനി അടുത്താണ് വാട്ട് ഡു യു മീൻ ബൈ റീറ്റേൺ ഏർണിംഗ്സ്. ഓക്കെ, അപ്പൊ റീറ്റേൺ ഏർണിംഗ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റീറ്റേൺ ഏർണിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, ബിസിനസ്സിൽ തന്നെ നമ്മൾ ബിസിനസ് ചെയ്ത് നമുക്കൊരു 10 ലക്ഷം രൂപ ലാഭം കിട്ടി, ആ പൈസ നമ്മൾ വീണ്ടും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് റീറ്റേൺ ഏർണിംഗ്സ്. ആ ബിസിനസ്സിൽ തന്നെ നിലനിർത്തുന്നു, റീറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അതിനാണ് റീറ്റേൺ ഏർണിംഗ്സ് എന്ന് പറയുന്നത്. അത് പറയുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ദിസ് ഇന്റേണൽ സോഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് ഫിനാൻസിംഗ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഡിപെൻഡ് അപ്പോൺ ദ ഫാക്ടേഴ്സ്. ഓക്കെ, ബിസിനസിന്റെ പ്രോഫിറ്റ് എത്ര, ഡിവിഡൻഡ് പോളിസി എന്ന കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ബിസിനസ് നമ്മൾ ഈ റീറ്റേൺ ഏർണിംഗ്സ് എത്രമാത്രം നിലനിർത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ, സോ പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്, ഡിവിഡൻഡ് ആയിട്ടൊന്നും വീതിച്ചെടുക്കാണ്ട് അല്ലെ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് മാറ്റി വെക്കുന്നു. അതിനാണ് റീറ്റേൺ ഏർണിംഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫാക്ടറിംഗ്? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ആയി ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫാക്ടറിംഗ്. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് റിപ്പീറ്റ് ആയി തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഫാക്ടറിംഗ്? ഓക്കെ, അപ്പൊ ഫാക്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ബിസിനസ് ചെയ്ത് കുറെ ആളുകളുടെ അടുത്തുനിന്ന് പൈസ കിട്ടാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കളക്ട് ചെയ്യാൻ പോയാൽ എനിക്ക് കുറെ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, ബിസിനസ് നോക്കാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു തേർഡ് പേഴ്സണെ ഏൽപ്പിക്കുന്നു, എന്തിന്, എനിക്ക് ഈ കടങ്ങൾ കളക്ട് ചെയ്ത് തരാം. ഓക്കെ, അയാൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മീഷൻ അയാൾക്ക് ഞാൻ കൊടുക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അയാൾക്ക് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ആ ഡിസ്കൗണ്ട് റേറ്റ് കൊടുത്തിട്ട് ഈ തേർഡ് പേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ബിസിനസ്സിൽ കിട്ടാനുള്ള പൈസകൾ കളക്ട് ചെയ്ത് തരും. ഓക്കെ, അതാണ് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫാക്ടറിംഗ് ഇസ് എ ഫിനാൻഷ്യൽ സർവീസ് വെയർ ഫാക്ടർ പ്രൊവൈഡ് സർവീസ് സച്ച് ആസ് ഡെപ്റ്റ് കളക്ഷൻ, ക്രെഡിറ്റ് കൺട്രോൾ, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ബാഡ് ഡെപ്റ്റ്. അപ്പൊ ഈ തേർഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാങ്കുകളൊക്കെയാണ്, ICICI ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫാക്ടർ ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ആരൊക്കെ കടം കൊടുത്താൽ എത്ര പേര് കൃത്യമായിട്ട് തിരിച്ചു തരും, എത്ര പേര് സാധാരണ പേയ്മെന്റ് നടത്താറുണ്ട്, അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫാക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് തരാം, ഇന്ന രീതിയിൽ ഇന്ന ആൾക്കാർക്ക് കടം കൊടുക്കാവുള്ളൂ, ഇന്ന ആൾക്കാരാണ് തിരിച്ചൊക്കെ സാധാരണ റീപേയ്മെന്റ് നടത്താറ്, കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്താറ്. അപ്പൊ അങ്ങനെ ഒരു ഇൻഫർമേഷനും എനിക്ക് എന്ത് കിട്ടും, ഈ ഫാക്ടറിന് എടുത്തുനിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഡെപ്റ്റ് കളക്ട് ചെയ്ത് തരികയും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരികയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, Now, what is preference share? Distinguish it between equity share. Okay, അപ്പൊ പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ്, പ്രിഫറൻസ് ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എല്ലാം അത് അവിടെ കൊടുക്കാറുണ്ട്. അതേസമയം ഡിവിഡൻഡ് ഈസ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ കമ്പനീസ് പ്രോഫിറ്റ്. ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എല്ലാ മാസവും നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധം. പ്രോഫിറ്റ് ഉള്ളപ്പോൾ അത് കിട്ടും, നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം, അത് സഹിച്ചേ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ അതേസമയം പ്രിഫറൻസ് ഷെയർ ആണെങ്കിലോ
എല്ലാ മാസവും കൃത്യമായിട്ട് ഡിവിഡൻഡ് അവിടെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത കാര്യം വോട്ടിംഗ് റൈറ്റ്. ഇവിടെ ജനറലി ഒരു വോട്ടിംഗ് റൈറ്റും ഇല്ല, കാരണം ഡിവിഡൻഡ് കിട്ടുന്നേ ഉള്ളൂ, അല്ലാണ്ട് ബിസിനസ്സിലെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡർമാർക്ക് അവകാശമില്ല. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടെ പരിഗണിച്ചാണ് ബിസിനസ്സിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇനി പ്രിഫറൻസ് ഈസ് എ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ലിക്വിഡ്. ഒരു കമ്പനി ലിക്വിഡേഷനിൽ പിരിച്ചെടുക്കുന്ന സമയത്ത് ആദ്യമേ നമ്മൾ ഫണ്ട് കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡറുടെ പൈസ കൊടുക്കും. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആഫ്റ്റർ റീപേയ്മെന്റ് ഓക്കെ അവരുടെ പൈസ കൊടുത്തിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡറെ ബാക്കിയുള്ള പൈസ വീതിച്ചെടുക്കുള്ളൂ. ഓക്കെ, റിസ്ക് എലമെന്റ് ഇവർക്ക് റിസ്ക് കുറവാണ്, കാരണം എല്ലാ മാസവും അവർക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് അവർക്ക് കിട്ടും. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡർക്കോ പറയാൻ പറ്റില്ല, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ ഇവർക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാകുന്നോ അതനുസരിച്ച് ഒരു എമൗണ്ട് അവർക്ക് കിട്ടും. ഓക്കെ, റിസ്ക് എലമെന്റ് കൂടുതലാണ്, അതേസമയം കിട്ടുന്ന റിട്ടേണും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി കൺവേർട്ടബിലിറ്റി. പ്രിഫറൻസ് ഷെയർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇക്വിറ്റി ഷെയർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട്. ഇനി മറ്റൊരു ഡിഫറൻസ് ആണ് റൈറ്റ് ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ. ഓക്കെ, ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഡിഫറൻസ് എക്സാമിന് ചോദിച്ച് സ്ഥിരം കാണാറുണ്ട്. അപ്പൊ രണ്ടും കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി. ഓക്കെ, കമ്പനിയിലെ ഒരു യൂണിറ്റ്. ഓക്കെ, ഒരു കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ അയാൾ അതിന്റെ ഓണർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എവിടെ, ഇക്വിറ്റി ഷെയർ. ഓക്കെ, ഇക്വിറ്റി ഷെയർ എന്നല്ല, ഷെയർ ആണ് കേട്ടോ, ഷെയർ ആണ് എക്സാമ്പിൾ ചോദിച്ചേക്കുന്നത്, ഇക്വിറ്റി ഷെയറിന് എടുത്ത് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ ഡിബഞ്ചേഴ്സ് ആണ് വരുന്നത്, കടപ്പത്രം. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പത്രമാണ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിക്ക് ഒരു എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ഒരു കടപ്പത്രം എന്നാണ് നമുക്ക് ഡിബഞ്ചേഴ്സിനെ പറയാൻ പറ്റുന്നത്. ഇനി ഓണർഷിപ്പ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ വാങ്ങുന്ന ആൾക്കാർ കമ്പനിയുടെ ഓണർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതേസമയം ഡിബഞ്ചർ എന്ന് പറഞ്ഞാലോ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ് നോട്ട് ഓണേഴ്സ്. ഓക്കെ, അവർ കടം തന്ന ആളാണ്, ബിസിനസ് ഓണർ ആയിട്ട് മാറുന്നില്ല. ഇനി ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡിവിഡൻഡ് ആണ് കിട്ടുന്നത്. പ്രിഫറൻസ് ഷെയറുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഡിവിഡൻഡ് ആണ്. അതേസമയം ഡിബഞ്ചർ ഹോൾഡർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി റീപേയ്മെന്റ്. ഇവിടെ ഷെയറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡു നോട്ട് റിക്വയർ റീപേയ്മെന്റ്. അവിടെ റീപേയ്മെന്റിന്റെ ആവശ്യം വരുന്നുണ്ടോ പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം? ആസ് ദേ റെപ്രസെന്റ് ഓണേഴ്സ്. അല്ല, ഇക്വിറ്റി ഷെയറുകാർക്ക് നമ്മൾ അത്ര എന്ത് ചെയ്യുന്നില്ല, റീപേയ്മെന്റ് ആവശ്യമില്ല. പക്ഷെ ഇതേ സമയം ഇവിടെ ബിസിനസ് പൊട്ടിയാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ മച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോഴത്തേന് അവർക്കുള്ള പേയ്മെന്റ്, കാരണം കടം മേടിച്ചേക്കുന്നതാണ്. ഓക്കെ, അവർ ബിസിനസ്സിന് ജസ്റ്റ് കടം തന്നിരിക്കുന്ന ആൾക്കാരാണ്, ഓണേഴ്സ് അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള പേയ്മെന്റ് അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയാം കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഏകദേശം ഈ ചാപ്റ്ററിന് ഒരു 90% പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഈ വീഡിയോസ് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നമ്മൾ ചോദിച്ച ക്വസ്റ്റിനുള്ള ആൻസറും താഴെ കമന്റ് ചെയ്യുക, ആൻഡ് ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഈ വീഡിയോ എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.